ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും ഈദ് മുബാറക്, ബിലേറ്റഡ് ഈദ് മുബാറക്. എനിക്കറിയാം കുറച്ച് ലേറ്റായി എന്നുള്ളത്. ചെറുതായിട്ട് പനി ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വിട്ടു പോണ ലക്ഷണമൊന്നും കാണാനില്ല അടുത്തൊന്നും. അപ്പോൾ പിന്നെ അങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേദിവസത്തെയും അന്നത്തൊക്കെ ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ പെരുന്നാളിൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ മൈലാഞ്ചി ഇടുന്ന ടൈമിൽ അടുത്ത ദിവസം പെരുന്നാളാണെന്നൊന്നും അറിയില്ല. ഞാൻ തലേ ദിവസം ഒരു ഉച്ചക്കായപ്പോൾ മോൾ ഉറങ്ങിയ ടൈമിലാട്ടോ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി പെരുന്നാളാണെങ്കിൽ പിന്നെ രാത്രി കുറേ ജോലികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, ഓരോരോ തിരക്കുകളായിരിക്കും. പിന്നെ മോൾ ഉറങ്ങുന്ന ടൈമിലാണ് മൈലാഞ്ചി ഇടുമ്പോൾ അത് ഒന്ന് ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉച്ചക്ക് അവൾ ഉറക്കിയതിന് ശേഷമാട്ടോ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാൻ ഫോട്ടോ നോക്കിയിട്ടാട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. ഒരുവിധം അതുപോലെയൊക്കെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ മൈലാഞ്ചി ഇടാനും ഇട്ട് കൊടുക്കാനും. അതേപോലെ മൈലാഞ്ചി ഇട്ടുള്ള കൈ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കി ജോലികളൊക്കെ ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം അടുത്ത ദിവസം പെരുന്നാളെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം കേട്ടോ ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് രാത്രിയിൽ കസിൻസൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിതെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ട്. ഇതാണ്ടോ എൻ്റെ പെരുന്നാളുടെ ഡ്രസ്സ്. ഇത് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് സൈസ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം എന്ന് വിചാരിക്കും. ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണം എന്ന്. പക്ഷേ ആ ലാസ്റ്റ് ദിവസം വരെ മടിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി ഒരുക്കി വെക്കാനുണ്ടായിരുന്നു. നമ്മുടെ മൈലാഞ്ചിയൊക്കെ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ച നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നല്ലോണം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഡെസേർട്ട് സ്വീറ്റ്സൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇളനീരൊക്കെ കൊണ്ടു വെപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷെഫാക്കാനെ കൊണ്ട്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് സൂഫിലേന്നോ ഇല്ലെങ്കിൽ എന്താ ഗ്ലാസ് പുഡിങ് അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ നെയിം കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇളനീരൊക്കെ കട്ട് ചെയ്തിട്ട് അതിലത്തെ വെള്ളം പൾപ്പൊക്കെ ഒന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ഇളനീരിലോട്ട് കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ ആവശ്യത്തിനുള്ള ഷുഗറും ആഡ് ചെയ്തിട്ട് ഒരു പുഡിങ് പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 വലിയ ട്രേസിലാക്കി, അധികം തിക്കായിട്ട് സെറ്റ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ 2 വലിയ ട്രേയിലാക്കിയിട്ടാട്ടോ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആണ് പിന്നെ ഞാൻ പെരുന്നാളുടെ അന്ന് രാവിലെ കേട്ടോ ബാക്കി ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി കുറേ ലേറ്റായി. കസിൻസും എല്ലാവരും വന്ന് സംസാരിച്ചിരുന്ന് അങ്ങനെ കുട്ടികളൊന്നും എണീറ്റിട്ടേ ഇല്ല കേട്ടോ. രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫുഡൊക്കെ അസ്കാക്ക തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നുണ്ടായിരുന്നത്. അസ്കാക്ക എന്ന് പറയുന്നത് ഷെഫ് കാക്കാൻ്റെ മൂത്ത ബ്രദറാണ്. അവരെ വീട്ടിലാണ് ഇന്ന് എല്ലാവരും പെരുന്നാളിന് കൂടുന്നത്. പിന്നെ ഇളനീരിൻ്റെ ആ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളനീരിൻ്റെ പൾപ്പ് ഫ്രോസൺ ആയിട്ടുള്ളതല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഇങ്ങനെ ഫോൺ വിളി നടക്കുന്നുണ്ട് ജോലിൻ്റെ ഇടയിൽ തന്നെ. ഈദ് മുബാറക്കൊക്കെ പറഞ്ഞുകൊണ്ട്. ഈദ് മുബാറക് കഴിഞ്ഞാ പിന്നെന്താ സ്പെഷ്യല്? ബിരിയാണി സാഹിൻ മോനെന്താ നീറ്റാ? ഇവിടെയും സെയിം. എല്ലാവരും കിച്ചണിൽ അവരെ രാവിലത്തെ തിരക്കിലാണ് കേട്ടോ വിളിക്കുന്നതൊക്കെ. എല്ലാവരും പെട്ടെന്ന് ഇതും പറക്കൊക്കെ പറഞ്ഞ് വെച്ച് പിന്നെ എൻ്റെ കിച്ചണിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പോയി കുട്ടികളെ ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒരുക്കിയതിന് ശേഷം വേണം എനിക്ക് പോയിട്ട് ഒരുങ്ങാനായിട്ട്. അങ്ങനെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ വന്നതാണ്. അധികം ടൈമൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും വരാനായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മേക്കപ്പ് റുട്ടീന് പെട്ടെന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ മേക്കപ്പ് എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ആദ്യം ഞാനിതാ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ആദ്യം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എംബ്രലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. ഇതെനിക്ക് അനിയത്തിയാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂപ്പര് വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ച് ചെയ്യുന്നത് മാത്രം. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ മേക്കപ്പിൻ്റെ പാർട്ടല്ല, നമ്മൾ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നല്ല സമ്മറൊക്കെയാണ്, ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആരും സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്രൊഡക്ട്സിൻ്റെ ഏതെങ്കിലും ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതും. അറ്റ് ലാസ്റ്റ് ഒരു ലിപ് ബാമും കൂടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പിന് മുന്നുള്ള ഒരു സ്കിൻ പ്രെപ്പ് കംപ്ലീറ്റ് ആവും. ഇനി അടുത്തായിട്ട് ഞാൻ കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രൈമർ എഫക്റ്റൊക്കെ തരും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രൈമർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ സ്കിൻ ഇപ്പോൾ സൂപ്പർ ഡ്രൈ ആണ്, അപ്പോൾ ഞാനിപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതന്നെ യൂസ് ചെയ്യാറ്. ഇത് പ്രൈമറിൻ്റെ ഒരു എഫക്റ്റും തരും, പ്ലസ് നമുക്കൊരു സ്കിൻ കെയർ കൂടിയാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ, അത് സ്കിന്നിലോട്ട് ഫുള്ള് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിത് ഹൈബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടൊന്നും ഹൈബ്രോസ് വരച്ചെടുക്കാറില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ ഹൈബ്രോസിൻ്റെ ഷേപ്പൊക്കെ പോയി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു പോയ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കൺസീലറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ണിൻ്റെ താഴെയും ഐബ്രോസിൻ്റെ താഴേക്ക് ആയിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡാർക്ക് സ്പോട്ടുള്ള പാർട്ടിലൊക്കെ ഇതേപോലെ കൺസീലർ വെച്ചിട്ട് ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഈവനായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഞാനങ്ങനെ അധികം ഫൗണ്ടേഷൻ യൂസ് ആക്കാറില്ല കേട്ടോ. എൻ്റെ ഒരു നോർമൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് വരെയാണ്. ഞാൻ സ്കിന്നൊന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ട് കൺസീലർ വെച്ചിട്ട് എല്ലാം ഒന്ന് ഈവൻ ആക്കിയെടുക്കും. പിന്നെ കാജൽ, ലിപ്സ്റ്റിക്ക്, ചിലപ്പം ബ്ലഷ് ഇടും, മസ്കാര. ഇതാണ് കേട്ടോ എൻ്റെ ഒരു നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇതൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ തന്നെ യൂസ് ആക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ വേറെ ഫൗണ്ടേഷൻക്ക് ഇതുവരെ സ്വിച്ച് ചെയ്തിട്ടില്ല. കാര്യം ഇത് എൻ്റെ സ്കിന്നിന് നല്ലോണം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഷെയ്ഡിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഇനി അടുത്ത ഐ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഈദായതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി ഹെവി മേക്കപ്പ് ആയതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ, അപ്പോൾ അതിന് മാച്ചായിട്ട് ഒരു 3 ഷെയ്ഡ് വെച്ചിട്ട് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്തത്. അതിനുശേഷം ഐലൈനർ വരക്കും. പിന്നെ ആ ഒരു വാട്ടർ ലൈനിൽ ഒന്ന് കാജൽ ഇട്ട് കൊടുക്കും. പിന്നെ മസ്കാര ഒന്ന് ഐലാഷ് ഒന്ന് കേൾ ചെയ്തതിന് ശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അടുത്തായിട്ട് ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മേക്കപ്പ് പ്രോഡക്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ്സാണ് ബ്ലഷും ലിപ്സ്റ്റിക്കും. ഞാൻ ഇപ്പോൾ ഷീഗ്ലാമിൻ്റെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കംപ്ലീറ്റ് ആവും. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് സ്ട്രോപ്പ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഗ്ലോവി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും സ്ട്രോപ്പ് ക്രീം ഇങ്ങനെയാണോ അപ്ലൈ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് അത് വർക്കായി തോന്നാറുണ്ട് കേട്ടോ, ഒരു ഗ്ലോവി ഫിനിഷ് കിട്ടാറുണ്ട്. പിന്നെ അതാ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളുടെ ഡ്രസ്സ്. ഒരു ഓറഞ്ച് വൈറ്റ് പ്രിൻറ്റഡ് വരുന്ന ഒരു ടോപ്പാണ്. ഇതിലേക്ക് ഞാനൊരു ബേജ് പാൻറ്റ് വെച്ചിട്ടാട്ടോ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു നോർമൽ ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അതൊരു ഭയങ്കര നോർമൽ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബീച്ച് കളർ തന്നെ ഒരു ഇന്നറിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു വീനക്ക് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 സൈഡിലും പിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റേതൊരു പക്ക നോർമൽ ഒരു ടോപ്പ് പോലെ തോന്നി. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഹിജാബ് ഇടണം. ഞാൻ 2 ഷെയ്ഡ് ഹിജാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മാച്ചാക്കിയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഒരു ബേജ് കളറും, രണ്ടും ഇതിന് മാച്ചായി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി ഏതാണ് കൂടുതൽ മാച്ച് എന്ന് ഒന്ന് ഇട്ട് നോക്കിയതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ബേജ് കളർ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. 2 കളറും നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഇട്ട് നോക്കിയപ്പം ബേജ് ആയാലും ഓറഞ്ച് ആയാലും രണ്ടും എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു.
രണ്ട് ഷെയ്ഡ് ഇട്ട് നോക്കിയപ്പോഴായാലും എനിക്ക് രണ്ടും മാച്ചുള്ള പോലെ തോന്നിയിട്ടോ. പക്ഷേ ഇതൊക്കെ അല്ലേ കുറച്ച് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കുന്നത്. പിന്നെ ഞാൻ ഓരോരോ ആക്സസറീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു ചെയിനും കൂടി ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈദ് ലുക്ക്. അപ്പോഴും ടൈം കുറേ ലേറ്റ് ആയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഈദ് മുബാറക് മസ്കാക്ക, ഈദ് മുബാറക്. ഇത് ഫോട്ടോ അല്ല. അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ആ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ മെൽറ്റായി പോവും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ തലേദിവസം റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽസ് ഇല്ലേ, ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. കുറച്ചും കൂടി ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതായിപ്പോയി. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഒരു ക്രിസ്റ്റൽസ് കഴിക്കാൻ വേണ്ടി തന്നെ ആ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ റെഡിയാക്കിയുള്ള ഫുഡൊക്കെ ആയിട്ട് അപ്പുറത്തൊക്കെ പോവുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഷെഫ് കാക്കാൻ്റെ ഇക്കാക്കയും ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പോൾ ഫുഡ് അവിടെയാണ്, എല്ലാവരും അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ ദിവസത്തെ ഞങ്ങളെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ മോമൻ മഞ്ച്കിൻസ്. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.